നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനും അമ്മയും എനിക്ക് പുതിയൊരു ബന്ധം ഉറപ്പിച്ചു. നീ ചത്താലും ജീവിച്ചാലും സമാധാനം പറയേണ്ടത് ഞാനാ. ഞാൻ ചത്താലും താനെ സമാധാനം പറയണ്ട അല്ലേ? എന്നാ പറയാൻ തയ്യാറായിക്കോ. കഥയില് ഭയങ്കര ട്വിസ്റ്റ് ആണല്ലോടി. അതാമ്മ ഞാനും ആലോചിക്കുന്നേ. ഇതെങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. എന്നെ ഈ നിൽക്കുന്ന മരത്തണ്ടി കെട്ടിയെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായമ്മേ. രോഹിത്തിന്റെ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയായല്ലോ. അവന്റെ പുതിയ കെട്ടിയോള് ശ്യാമ പഴയ കാമുകനെ ഓർത്ത് കെട്ടിത്തൂങ്ങി ചാവോ വിഷം അടിക്കോ ചെയ്തോളൂ. ഇല്ല, അവരൊരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കില്ല. അതൊരു സന്തോഷ വാർത്ത തന്നെയാ. എങ്കിലും ആ കാര്യം നമുക്ക് ഒന്നുകൂടൊന്ന് ഉറപ്പുവരുത്തണം. ശ്യാമ വീണ്ടും ദീപകിനെ അന്വേഷിച്ചു പോയിന്ന് പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, രോഹിത് എങ്ങനെ ഇക്കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിന്നോട് പറഞ്ഞു? എന്റെ ആശാനെ ഒന്നാമത് തട്ടിയത് ഞാൻ ഓടിച്ചിരുന്ന വണ്ടിയാ. രണ്ടാമത് ഞങ്ങൾ തമ്മിലിപ്പോ വേറൊരു ബന്ധവും കൂടെ ഉണ്ടേ. എന്താ വിഷ്ണുട്ടാ, എന്താ രണ്ടുപേരും കൂടി ഒരു കഥകളി? എടോ, ഇയാള് പണി പറ്റിച്ചടോ. സുസ്മിത സത്യം? എന്നായിരുന്നു? താണ്ട ഇന്ന് ഇപ്പൊ. എടോ, കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. ചെറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മേഘമകൻ ജഗദീപ് കുമാർ രജിസ്റ്റർ വിവാഹം കഴിച്ച സുസ്മിത രാജശേഖരൻ. പെണ്ണുമ്പിള്ള, ചിറക്കൽ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഞാനാ. ഇതെന്റെ മകൻ ജഗദീപ്. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ വിരിച്ച വലയില് അവള് വന്ന് വീണു. അമ്മേ, അമ്മേ, അമ്മ ഇതൊന്നും കാണുന്നില്ലേ? ജഗദീപ് ഇതൊക്കെയും ചെയ്തത് വിഷ്ണുവേട്ടന്റെ ചതിയിലൂടെയാണെന്ന് മനസ്സിലായിടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.